നമസ്കാരം. അഷ്ടമിയിലേക്ക് ഏവർക്കും സ്വാഗതം. തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഒന്ന് ഗണപതി ഭഗവാന്റെ ചിത്രവും 2 സരസ്വതി ദേവിയുടെ ചിത്രവുമാണ്. നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്തൊക്കെയാണെന്നും, സരസ്വതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഗം ഗണപതയെ നമ എന്നും, സരസ്വതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സരസ്വതിയെ നമ എന്നും കമന്റ് ചെയ്യുവാനും മറക്കരുത്. ആദ്യമായി ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളിലും വിജയത്തിന് വഴി തുറന്നു കിട്ടുന്നതായി കാണുന്നുണ്ട്. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി ജീവിതം നല്ല വഴിക്ക് നീങ്ങുന്നതായും കാണുന്നു. ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും സ്ഥിരത ലഭിക്കുന്നതായും കാണുന്നുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ കൈവരുന്നതായും കാണുന്നുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയുന്നു. ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയുന്നതായും കാണുന്നു. വീട്ടിലായാലും ജോലിയിലായാലും ശാന്തി വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. ധനകാര്യങ്ങൾ പുരോഗതി കൈവരിക്കുന്നതായും കാണുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നതായും കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായും കാണുന്നു. കുടുംബത്തിലെ ഐക്യവും സൗഹൃദവും സമാധാനവും ഒക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. കുടുംബത്തിൽ നിന്നും മനസ്സിൽ നിന്നുമൊക്കെ നെഗറ്റീവ് എനർജികൾ അകന്നു പോകുന്നതായും കാണുന്നു. ഭാഗ്യം മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട്. മനസ്സ് തെളിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാകാൻ എളുപ്പം തന്നെ സഹായകമായി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതും കാണുന്നു. ആരോഗ്യനില മെച്ചപ്പെടുന്നതായും ഉന്മേഷം വർദ്ധിക്കുന്നതായും കാണുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതായും കാണുന്നു. തടസ്സപ്പെട്ട കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നതായും കാണുന്നുണ്ട്. യാത്രകളൊക്കെ വിജയകരമായി പൂർത്തിയാക്കുന്നതായും കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ മനസ്സിലാക്കലും സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. തൊഴില്, ബിസിനസ് എന്നിവിടങ്ങളിൽ സ്ഥിരതയും വളർച്ചയും ഒക്കെ കൈവരിക്കുന്നതായും കാണുന്നുണ്ട്. സമാധാനവും സംരക്ഷണവുമൊക്കെ ലഭിക്കുന്നതായും കാണുന്നു. ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ആഗ്രഹം വേഗം പൂർത്തിയാക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. അടുത്തതായി സരസ്വതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലമായി ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. ഓർമ്മശക്തി വർദ്ധിക്കുന്നതായും പരീക്ഷകളിലൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതായും കാണുന്നു. പാട്ട്, നൃത്തം, ചിത്രരചന എന്നിങ്ങനെയുള്ള കലകളിൽ പ്രതിഭകൾ ഉണരുന്നതായും കാണുന്നുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി മെച്ചപ്പെടുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കാനായി പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളെ ശ്രദ്ധിക്കുന്നതായി
കാണുന്നു. വിദ്യയും ബുദ്ധിയുമൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. മനസ്സിൽ ശാന്തിയും സമാധാനവും വ്യക്തതയും ഒക്കെ സരസ്വതി ദേവിയുടെ ചിത്രം തെരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നു. പഠിക്കാൻ ആഗ്രഹവും ശ്രദ്ധയും ഒക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളോ ആശയങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവരോട് നല്ല വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്ക് ലഭിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കുവാനായി കഴിയുന്നുണ്ട്. സരസ്വതി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അധ്യാപകരുടെ അനുഗ്രഹം, പിന്തുണ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പഠിക്കുവാനായി സാധിക്കുന്നു. പുതിയ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാനും അതുമായി മുൻപോട്ട് പോകുവാനും കഴിയുന്നു. കരിയറിനായി നല്ല മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതായും കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ വളർച്ച കൈവരുന്നതായും കാണുന്നുണ്ട്. വീട്ടിൽ സംസ്കാരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, മെച്ചപ്പെട്ടതായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതായും കാണുന്നു. മാനസികമായിട്ട് സമാധാനം കൈവരിക്കുന്നതായും കാണുന്നുണ്ട്. കല, സംഗീതം, സാഹിത്യം എന്നിവയിൽ കഴിവ് മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതായും കാണുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള വളർച്ചയും മറ്റും ലഭിക്കുന്നതായും കാണുന്നു. ജീവിതത്തിൽ ജ്ഞാനവും നല്ല ചിന്താഗതിയും വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. ഗണപതി ഭഗവാന്റെയും സരസ്വതി ദേവിയുടെയും ചിത്രങ്ങൾ രണ്ടും തന്നെ ജീവിതത്തിൽ നന്മയും ശാന്തിയും നൽകുന്നവയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരാൾ ഏത് ചിത്രം തിരഞ്ഞെടുത്തു എന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ ഊർജവും ആഗ്രഹവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഗണപതിയുടെ ചിത്രം തടസ്സങ്ങൾ നീക്കിയിട്ട് വിജയത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ജ്ഞാനവും ബുദ്ധിയും നൽകുന്നതായും കരുതുന്നു. ഒരുമിച്ചാൽ ഈ രണ്ട് ദേവതകളുടെയും അനുഗ്രഹം ജീവിതത്തെ കൂടുതൽ സമാധാനപരവും പുരോഗമനപരവുമാക്കുന്നതായും കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മുൻപ് പറഞ്ഞതുപോലെ കമൻറ്റുകൾ ചെയ്യുവാനും മറക്കരുത്. ഗണപതി ഭഗവാന്റെയും സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.